എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 1168ൻ്റെ സ്പോയിലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഈ സ്പോയിലേഴ്സിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ ഒരുപാട് പേര് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് അങ്ങ് കണ്ടേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കനും എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് 10K അടിക്കണം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പം ഞാനധികം പറഞ്ഞു കേൾപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് അങ്ങ് വീഡിയോയിലേക്ക് പോയേക്കാം. ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ വരുന്നത് എൽബ ഓഫ് സ്നോ എന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സൈഡായിട്ടുള്ള കാര്യമാവാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ നമ്മൾ മെയിൻ സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഈട ഇപ്പം മരിച്ചിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മുടെ ലോക്കി ഈട പെട്ടെന്ന് തന്നെ മരിച്ചു പോകുമെന്ന് ചോദിക്കുന്ന ഒരു സീനിലായിരുന്നു നമ്മുടെ കഴിഞ്ഞ ചാപ്റ്റർ അവസാനിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററോട് കൂടി ഒരു കാര്യം കൺഫേം ആയിട്ടുണ്ട്, നമ്മുടെ ഈട ഇപ്പം മരിച്ചിട്ടുണ്ട്. അതുപോലെ സ്നോയി ഡേയിലാണ് മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ ചാപ്റ്ററിന് പേരിട്ടതും. അപ്പോൾ നമ്മുടെ ഹെറൽഡും അജ്രുദ്ദീനും അവിടെ ഉണ്ട്. അവർ രണ്ടുപേരും കരയുന്നുണ്ടെന്നും ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലോക്കി കരയുന്നൊന്നുമില്ല, പക്ഷേ അങ്ങനെ നല്ലോണം സഫർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു നമ്മുടെ ലോക്കി ഈഡനെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നെന്ന്. ഈഡയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ബയോളജിക്കൽ മദറിൻ്റെ ഹോം ടൗൺ വരെ നമ്മുടെ ലോക്കി ഡിസ്ട്രോയ് ചെയ്യുകയും എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ ഈഡയ്ക്ക് പോയിസൺ കൊടുത്തിട്ടുള്ള അച്ചങ്ങനെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിൻ്റെ പേരിലായിരിക്കും നമ്മുടെ ലോക്കിനെ ഇപ്പം പ്രിസണിൽ ഇട്ടിട്ടുള്ളത്. ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ലോക്കി പ്രിസണിലാണുള്ളത്. ഒരു പക്ഷേ ഈഡ മരിച്ച സമയത്ത് നമ്മുടെ ഈഡനെ കാണാൻ പോലും നമ്മുടെ ലോക്കിക്ക് പറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ ഈ സ്പോയിലർ പറഞ്ഞിട്ടുള്ളത് 14 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഷാങ്ക്സിന് ഡീപ് സീ സീൽ കൊടുക്കാൻ നമ്മുടെ ഇമു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയം നമ്മുടെ ഷാങ്ക്സ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷാങ്ക്സ് അവിടെ ഇല്ലാത്തത് കൊണ്ട് അവർ തീരുമാനിച്ച് നമ്മുടെ ഷാങ്ക്സിന് കൊടുക്കുന്നതിന് പകരം ഈ കോൺട്രാക്റ്റ് നമ്മുടെ ഹെറൽഡിന് കൊടുക്കാതെ, അതോടുകൂടി നമ്മുടെ ഹെറൽഡ് ഒരു ഹോളി നൈറ്റാക്കി മാറുകയും ചെയ്തു. ഈ ഒരു ഡീപ് സീ പാക്ക് കിട്ടിയതോടുകൂടി നമ്മുടെ ഹെറൽഡിന് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും പവർഫുൾ ആവുകയും ചെയ്തു. അതുപോലെ തന്നെ ഇമ്മോർട്ടാലിറ്റിയും നമ്മുടെ ഹെറൽഡിന് കിട്ടിയതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇത് ഇവിടെ ക്ലിയർ ആയതോടുകൂടി ഒരു കാര്യം ഇവിടെ കൺഫേം ആയിട്ടുണ്ട്. പലരും നമ്മുടെ ഷാങ്ക്സിനെതിരെ ഒരുപാട് അലിഗേഷൻസ് പറഞ്ഞിരുന്നു. നമ്മുടെ ഷാങ്ക്സിന് മീഹോക്കുമായിട്ട് ഫൈറ്റ് ചെയ്ത സമയത്തൊക്കെ ഇമ്മോർട്ടാലിറ്റി ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഈ ഒരു സംഭവത്തോടുകൂടി നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റും, നമ്മുടെ ഷാങ്ക്സിന് ഇമ്മോർട്ടാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. ഷാങ്ക്സ് മെറിജുവൽ വന്നത് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു. അത് കിട്ടിയതും നമ്മുടെ ഷാങ്ക്സ് അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ട്. അത് ഈ ഒരു ലൈനോട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിനുശേഷം നമ്മുടെ ഇമു നമ്മുടെ ഹെറൽഡിനോട് പറയുന്നുണ്ട് ഒരു അബീസ് സർക്കിൾ നമ്മുടെ എൽബാഫ് ക്രിയേറ്റ് ചെയ്യാതെ, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് ഇരുന്നിട്ടില്ല. ഒരു പക്ഷേ ഈ സർക്കിൾ വെച്ചിട്ടായിരിക്കും നമ്മുടെ എൽബാഫിലേക്ക് ഇവരൊക്കെ വന്നിട്ടുണ്ടാകുക. ഷെംറോക്കൊക്കെ വന്ന ആ സർക്കിളില്ലേ, ഒരു പക്ഷേ അത് നമ്മുടെ ഹെറൽഡിനോട് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞതായിരിക്കും. ഇനിയിപ്പോൾ ആ സർക്കിൾ തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർക്കിളാണോ എന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. എന്തായാലും നമുക്ക് ചാപ്റ്റർ കാണാൻ കഴിയും. പിന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് ഇമ്മ വീണ്ടും ഒരു ഓർഡർ നമ്മുടെ ഹെറൽഡിന് കൊടുക്കുന്നുണ്ട്. വേൾഡ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ജയൻസിൻ്റെ ഒരു ആർമി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഇതിന് എതിരായിട്ട് നമ്മുടെ ഹെറൽഡ് ചോദ്യം ചെയ്യുന്നുണ്ടോ എന്നൊന്നും ഇത് പറയുന്നില്ല. നമുക്കറിയാം നമ്മുടെ ഹെറൽഡ് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൽ ജോയിൻ ചെയ്തത് തന്നെ ഈ വാർസോ ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും ഒരു ആർമി ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഹെറൽഡ് അത് ചോദ്യം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ ഇത് കാരണമായിരിക്കും നമ്മുടെ ഹെറൽഡിനെ നമ്മുടെ ഇമോ സമ ടോമി റിവേഴ്സ് ചെയ്യുന്നത്. പിന്നെ ചാപ്റ്റർ അവസാനിക്കുന്നത് നമ്മളൊരു കണ്ട സീനിൽ തന്നെയാണ്. നമ്മുടെ ലോക്കിയും അതുപോലെ തന്നെ നമ്മുടെ ജൊറലില്ല ആ ക്യാരക്ടറും കൂടി നമ്മുടെ കാസലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഹെറൽഡിനെ മറ്റുള്ള ജയൻസൊക്കെ കുടിക്കൊല്ലുന്ന സീനോടുകൂടിയാണ് ചാപ്റ്റർ അവസാനിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് ശേഷം ഇറങ്ങാൻ പോകുന്ന ചാപ്റ്ററിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഹെറൽഡിനെ എന്തിനാണ് നമ്മുടെ ഇമു ടോമി റിവേഴ്സ് ചെയ്തതെന്നോ, അതുപോലെ തന്നെ നമ്മുടെ ലോക്കിയാണോ ഹെറൽഡിനെ കൊല്ലുന്നതെന്നോ, അല്ലെങ്കിൽ ലോക്കി എൽബാഫിലുള്ള ലെജൻഡറി ഡെൽ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടോ എന്നോ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സ്പോയിലേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയും കൂടുതൽ അറിയണമെങ്കിൽ ചാപ്റ്റർ അറിഞ്ഞാലേ പറയാൻ പറ്റൂ. അപ്പോൾ അടുത്ത ആഴ്ച ബ്രേക്കാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും സെറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുള്ളൂ. പിന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ സ്റ്റോറിൽ കയറിയിട്ട് എന്തെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു ദിവസം മറ്റൊരു ഡേ കാണുന്നവരെ ബൈ ബൈ.